ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് പ്ലം കേക്ക് ആണ് കേട്ടോ. പ്ലം കേക്ക് നമുക്ക് വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആൽക്കഹോളിക്കായിട്ടും നോൺ ആൽക്കഹോളിക്കായിട്ടും എല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസാണ്. അതിനായിട്ട് നിങ്ങൾക്ക് എത്ര ഓറഞ്ചാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്തോളുക. അപ്പോൾ ഇതുപോലെ കുരു ഒന്നും പെടാതെ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ നീര് മാത്രമായിട്ട് കിട്ടും. അല്ലെങ്കിൽ മിക്സിയിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അതിൽ കുരു പെടാതെ ഇരുന്നാൽ മതി. ഇങ്ങനെയുള്ള ജ്യൂസ് ഒരു കപ്പ് 250 ml ഒരു കപ്പ് ജ്യൂസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ആദ്യം ചെയ്ത് വെക്കേണ്ടത്. ഇനി നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഫ്രഷ് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് കാര്യങ്ങളെല്ലാം എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റൈസിൻസ് ആണ്, ബ്ലാക്ക് റൈസിൻസ് 1/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറി കട്ട് ചെയ്തതും ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഡേറ്റ്സ്, ഇതെല്ലാം 1/4 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇത് കൂടാതെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഞാൻ ഇതിലേക്ക് നട്ട്സ് ചേർക്കുന്നില്ല, അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മളെ ഫ്രൂട്ടെല്ലാം അതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ഇങ്ങനെ തിളച്ച് വന്നാലും ഒരു മിനിറ്റും കൂടി അധികം നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നിങ്ങൾ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് പേടിക്കേണ്ട, സംഭവം ചെയ്ത് വരുമ്പോൾ നല്ല ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമ്മളിതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളിത് തലേ ദിവസം റെഡിയാക്കി വെക്കുക, എന്നിട്ട് പിറ്റത്തെ ദിവസം കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുക. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ ഒരു 1/2 കപ്പ് ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഇത്തിരി കൂട്ടിയാണ് ഇട്ടോളൂ കേട്ടോ. ആദ്യം ഒന്ന് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ നിന്നൊക്കെ ആ ഒരു ബ്രൗൺ കളർ വരുന്ന ടൈമിൽ മാത്രം ഒന്ന് സ്ലോ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ സ്ലോയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അത് മെൽട്ടായി കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഷുഗർ ഇട്ട പാടന്നെ ഇളക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം മാത്രം നമുക്ക് എന്തെങ്കിലും ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം, ലൈറ്റ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട പിടിക്കും, അത് കുഴപ്പമുള്ളതല്ല. നമ്മൾ ഇളക്കി വരുന്നതിനനുസരിച്ചിട്ട് അത് മെൽട്ടായി വരും കേട്ടോ. വീണ്ടും നമുക്ക് ഇത് 1/2 കപ്പായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. നമ്മൾ 1/2 കപ്പ് ഷുഗറാണ് ഇട്ടത്, അപ്പോൾ 1/4 കപ്പ് വെള്ളവും. എന്നിട്ട് വീണ്ടും ഇതൊന്ന് കുറുക്കിയിട്ട് 1/2 കപ്പ് എന്നായിട്ട് ഈ ഒരു കാരമൽ സിറപ്പ് കുറുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് അത് ചൂടാറാനായിട്ട് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണ് പട്ട പൊടിച്ചതും അതുപോലെ തന്നെ 2 ഏലക്കായ, ഗ്രാമ്പൂ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 കപ്പ് പഞ്ചസാര നമ്മൾ കേക്കിലേക്ക് പൊടിക്കുന്ന ടൈമിൽ അതിൻ്റെ കൂടെ ഒരു പീസ് പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പൂ ഇട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ മൈദയിലേക്ക് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളതുണ്ടല്ലോ, നന്നായിട്ട് തന്നെ സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിച്ച് മാറ്റണം കേട്ടോ. അരിച്ച് മാറ്റണം എന്ന് പറഞ്ഞാൽ ആ ജ്യൂസ് കളയരുത്, നമുക്ക് ആ ജ്യൂസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്യേണ്ട, നമ്മുടെ ഫ്രൂട്ടെല്ലാം പൊട്ടിപ്പോകും. കണ്ടോ, ഇപ്പോൾ നല്ല ജ്യൂസെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കളയേണ്ട, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഞാനിവിടെ 3 എഗ്ഗ് വൈറ്റും അതുപോലെ തന്നെ യെല്ലോയും കൂടി സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വൈറ്റിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ പൊട്ടിക്കുന്ന ടൈമിൽ അതിലേക്ക് യെല്ലോൻ്റെ കുറച്ച് പാട്ടും കൂടെ ആഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളത് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ കരുതി നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കില്ല, അപ്പോൾ കുഴപ്പമില്ലാന്ന് കരുതിയിട്ട് പിന്നെ വേറെ എഗ്ഗൊന്നും എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് നമുക്ക് മുട്ടയുടെ മഞ്ഞ ഭാഗം എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പൊടിച്ച പഞ്ചസാര 1/2 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് നമ്മൾക്കവിടെ കാരമൽ സിറപ്പ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 1 കപ്പ് മധുരമാവും. അതുപോലെ തന്നെ നമ്മളെ ഫ്രൂട്ടെല്ലാം നല്ല മധുരമുള്ളതാണ്. അപ്പോൾ പഞ്ചസാരയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് 1/2 കപ്പുണ്ട്. ചൂടാറിയതിന് ശേഷം കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ കാരമൽ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബീറ്റർ ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ബട്ടറും അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്.
ഇതിൽ നിങ്ങൾക്ക് ബട്ടർ മാത്രമായിട്ട് അരക്കപ്പ് എടുത്താലും മതി. അതുപോലെ സൺഫ്ലവർ ഓയിൽ അരക്കപ്പായിട്ട് എടുക്കരുത് കേട്ടോ. കുറച്ച് ബട്ടറും കൂടി ചേർത്താലേ നമ്മളെ കേക്ക് ഒരിത്തിരി കനം വെയിറ്റൊക്കെ ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. മറ്റേത് നമ്മൾ സ്പോഞ്ച് കേക്കിലൊക്കെ മാത്രമാണ് നമ്മൾക്ക് സൺഫ്ലവർ ഓയിൽ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെയാണ് അരക്കപ്പായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറേശ്ശെ മൈദ മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെ ഫ്രൂട്ട് മിക്സും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ആ ഫ്രൂട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ കേക്കിലേക്ക് ഇടുന്ന ടൈമിൽ അത് എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ടാണ്, അല്ലെങ്കിൽ എല്ലാം കൂടെ താഴ്ഭാഗത്തേക്ക് പോയി കിടക്കും. അപ്പോൾ നിങ്ങൾ കരുതും ഞാൻ അളന്ന് വെച്ചിട്ടുള്ള മൈദയിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന്. അല്ല കേട്ടോ, ഞാൻ വേറെ സെപ്പറേറ്റ് അതിനായിട്ട് മൈദ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആ വിസ്ക് മാറ്റിയിട്ടുണ്ട്. ആ വിസ്കിൻ്റെ ഇടയിലെല്ലാം ആ ഫ്രൂട്ടെല്ലാം കുടുങ്ങുകയാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് കുത്തി ഇളക്കരുതിട്ട്, മൈദ നന്നായിട്ട് മിക്സായി വന്നാൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ എഗ്ഗിൻ്റെ, അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1/4 കപ്പ് നട്ട്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഫ്രഷ് ജ്യൂസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ബാറ്ററിൽ ഒരുപാട് തിക്കാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നിൽക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടി എടുത്തതുണ്ട്, അത് ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചിരണ്ടി എടുക്കുന്ന ടൈമിൽ അതിൻ്റെ എന്താ പറയുക, ആ ഒരു വൈറ്റ് പോർഷനൊന്നും പെടാൻ പാടില്ല കേട്ടോ. അതിൻ്റെ മുകൾ വശം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ടൈമിൽ വൈറ്റ് പോർഷൻ പെടാതെ നോക്കുക. അത് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് 8 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് റിമൂവ് ചെയ്യുന്ന ടൈമിൽ നല്ല ഈസി ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു കട്ടിയായിട്ടുള്ള ബാറ്ററാണ് നമ്മൾക്ക് കിട്ടുക. ഇനി ഞാനിത് ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നോർമൽ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ 180 ഡിഗ്രിയിൽ ടൈം എനിക്ക് 40 മിനിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ ഓവൺ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. 40 മുതൽ 45 മിനിറ്റ് വരെയൊക്കെ ഒന്ന് ബേക്കായി കിട്ടാനായിട്ട് വരും. നിങ്ങൾ 7 ഇഞ്ചിൻ്റെ ഹൈറ്റ് പാനാണ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമും കൂടും കേട്ടോ. അപ്പോൾ അതാ എനിക്ക് കൃത്യം 40 മിനിറ്റിന് ശേഷം ഇതിവിടെ കിട്ടിയിട്ടുണ്ട്, റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ബേക്കായി വരുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മൊത്തത്തിൽ. ഇനി കഴിഞ്ഞിട്ടില്ല, ഇത് കട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ക്ഷമ വേണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോഴാണ് അതിൻ്റെ ഷുഗറും കാര്യങ്ങളൊക്കെ അതിലേക്ക് പിടിക്കുക. അതിന് മുന്നായിട്ട് നമുക്കൊരു ചെറിയ പണിയും കൂടി ഉണ്ട്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, അത് ഇടയ്ക്ക് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന ടൈമിൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും, നമ്മൾ ഷുഗർ സിറപ്പൊക്കെ കൊടുക്കണ പോലെ തന്നെ. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ഒരു ജ്യൂസ് തീരണ വരെ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ മാക്സിമം ഒരു 2-3-4 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ അടച്ചു വെക്കാം കേട്ടോ. പിറ്റത്തെ ദിവസം ഇതേ ഒരു സമയമാകുമ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആവുക. അപ്പോൾ ഒത്തിരി ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലം കേക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ തന്നെ കട്ട് ചെയ്തെന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നത് എത്ര ദിവസം വരെ കേടുവരാതിരിക്കുന്നു. 3-4 ദിവസം, ഒരു 4-5 ദിവസം വരെയൊക്കെ ഇത് കേടുവരാതെ തന്നെ നമ്മൾ പുറത്ത് തന്നെ ഇരിക്കും കേട്ടോ. അത്ര നേരമൊന്നും ഈ ഒരു കേക്ക് ഉണ്ടാവില്ല. അപ്പോഴേക്കും നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ അതിലിട്ടിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തേക്കും എല്ലാ സൈഡിലേക്കും ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അല്ലാതെ താഴെ പോയിട്ട് തങ്ങി നിൽക്കുക ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.